ആഹാ എന്നെ മറുപടിയും ടീ ചൂടാക്കറിയാ? കടുപ്പം കുറവായിരുന്നു ചേച്ചി, പിന്നെ മധുരവും കുറച്ചുകൂടി ഇട്ട്. சூப்பர். இந்த பாரு, கல்லுக்கு வந்து நூடுல்ஸ் ഉണ്ടാക്കണോ, அதுக்கப்புறம் பால் சூடாக்கி குப்பியில் ஆக்கணும், இதெல்லாம் செய்யணும். പാല് ചൂടാക്കി കുപ്പിയിലാക്കണതിന് സ്കൂളിൽ പോകാൻ വേണ്ടാമാ? പാല് കല്ലൂന് സ്കൂളിൽ കൊടുത്തേക്കാൻ. എന്റെ പൊന്നേച്ചി, ഇവിടെ തന്നെ പാല് ചൂടാക്കി കൊടുത്ത അവള് കുടിക്കൂല, പിന്നെ എന്തിനാണ് സ്കൂളിൽ കൊടുത്തേക്കണ? വല്ല വെള്ളം ചൂടാക്കി കുപ്പിയിലാക്കി കൊടുത്ത കുഞ്ഞു കുടിക്കും. அப்படின்னா முட்டை பொரிச்சு கொடுக்கலாமா? ചേച്ചി ഉച്ചയാകുമ്പോ മുട്ട തണുത്തു പോവും, നമുക്ക് മുട്ട പുഴുങ്ങി കൊടുക്കാം. അല്ല, ലച്ചുവിനോട് ചോദിച്ചില്ലേ എന്തോന്ന് ഉണ്ടാക്കണോന്ന്? லெச்சு தான் சொன்னா நூடுல்ஸ் ഉണ്ടാக்கிறதுக்கு. அதுக்கப்புறம் லெச்சு வந்து കല്ലൂക്ക് പിന്നാടി ഓടിയിട്ട് ഇരിക്ക. ഒരു വലിയൊരു അമ്മ വന്നേക്കുന്നു. വേറെ ആരും പിള്ളേരെ പള്ളിക്കൂടത്തി വിട്ടിട്ടില്ല. ചില നേരത്തെ ലച്ചുവിന്റെ സ്വഭാവം കണ്ടു കഴിഞ്ഞോണ്ടല്ലോ അടിച്ച് ശരിയാക്കാൻ തോന്നുന്നു. എന്തോന്നമ്മാ, എന്താ പ്രശ്നം? കല്ലും പാറും കൂടെ സോഫായി കഥയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലച്ചു അവിടെ കൊച്ചിന്റെ യൂണിഫോം തേച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, യൂണിഫോം ഞാൻ തേക്കാം, നീ കൊച്ചിനെ കുളിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പറയുമോ, നീ അമ്മൂമ്മ യൂണിഫോം തേച്ചാല് ചുളുക്കം മാറത്തില്ല, അതുകൊണ്ട് ഞാൻ തേച്ചോളാം. ഓ ശരി. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യ്, ഞാൻ കൊച്ചിനെ കുളിപ്പിക്കാം. അപ്പൊ പറയുമോ, നീ കൊച്ചിനെ ഞാൻ കുളിപ്പിച്ചാൽ അടങ്ങി ഒതുങ്ങി കൊച്ചവിടെ നിൽക്കത്തില്ല, ശരിയാവത്തില്ല, അമ്മൂമ്മ കുളിപ്പിച്ചാൽ വൃത്തിയാവത്തില്ലെന്ന്. അതവള് പറഞ്ഞ സത്യമല്ലേ? എന്തോന്ന് സത്യം? അതിന് ലച്ചുവിന് എന്തോ അറിയാം? ലച്ചുവിന്റെ കൊച്ചിലെ അവള് പാളെ കിടക്കുന്ന സമയം മുതല് ലച്ചുവിനെ എണ്ണ തേപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതും എടുത്തോണ്ട് നടക്കുന്നതും ഒക്കെ ഞാനായിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്യുന്നതൊക്കെ കുഴപ്പം. ഇപ്പൊ എനിക്കൊന്നും അറിയത്തില്ലെന്ന് അവൾ എന്നെ പഠിപ്പിക്കാൻ വരുന്നു. അമ്മ ഇങ്ങനെയൊക്കെ നോക്കിയതുകൊണ്ടാണ് ലച്ചു ഇങ്ങനെ ആയിപ്പോയത്. എന്താ എന്താ കാര്യം പറ. ആഹാ, ഇവിടെ നിക്കുവായിരുന്നു, ഇങ്ങ് വന്നേ. എന്തോന്നടേ? അവളെ വിട്ടേ. என்ன விஷயம் சொல்லு. കനേന്റെ വീടല്ലേ, എന്നെ അടിക്കും. ஐயோ அடிக்கலாம் கூடாது, அடிக்கவும் மாட்டா. என்ன விஷயம் சொல்லு. ഞാൻ അവളെ തൊട്ടും കൂടെ ഇല്ല. തൊട്ട ഇവള് നിന്നെ തിരിച്ചു തൊടും. കാര്യം പറ മോള്. சொல்ல പറയാൻ ഞാൻ. ഇവക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല, പകരം സ്കൂളിൽ വേറെന്തോ പ്രോഗ്രാം. ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു അവക്ക് പോവണ്ടാന്ന്. ശരി, പോവണ്ട, കുഴപ്പമില്ല, ആയിക്കോട്ടെ. അതും പോരാഞ്ഞിട്ട് ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കല്ലുമോളെ വിളിച്ചിരുത്തി പറയുക, മക്കളെ ഇന്ന് സ്കൂളിൽ പോകേണ്ട കാര്യമൊന്നുമില്ല, ഇന്ന് കുഞ്ഞമ്മ വീട്ടിലുണ്ടല്ലോ, നമുക്ക് ഒളിച്ചും പാത്തും കളിക്കാം. പിന്നെ മാഡം പറയുവാണ്, ഈ സ്കൂളെ അത്ര വലിയ രസമൊന്നുള്ള പരിപാടിയൊന്നുമല്ല, അതുകൊണ്ട് ഇപ്പൊ ധൃതിപ്പെട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, പറ്റുമെങ്കിൽ മക്കളൊരു 2 ആഴ്ച കൂടെ വീട്ടിലിരിക്കുന്നു. അമ്മ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അവളെ ഒന്ന് ഇളക്കാൻ പറഞ്ഞതാ. നീ ഇളക്കും, കൊച്ചു കയറി ഇടന്നിരിഞ്ഞ് നിൽക്കും, അവസാനം ലക്ഷ്യച്ചെടുത്ത് രണ്ടിനും നല്ല അടി വരും. சிவா, நம்ம கல்லு வந்து அங்க குளிப்பளத்துல ஸ்கூல்ல போனால അതെന്തോന്നാണ് ആന്റി, കുറച്ചു നാൾ എങ്ങാണ്ടല്ലേ. അവിടെ ചെന്നപ്പോഴത്തേക്കും കരച്ചിലായി, നിലവിളിയായി, ബഹളമായി. അതുകൊണ്ടല്ലേ പിന്നെ അവിടെ നിന്ന് മാറ്റി ഇവിടെ കൊണ്ട് ചേർത്തത്. അത് മാത്രമല്ല ആന്റി, പിള്ളേര് പഠിച്ചു തുടങ്ങുന്ന പ്രായമാണ്, ഇപ്പൊ വേണം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഇവിടത്തെ ഓരോരുത്തരുടെ അവസ്ഥയായി പോവും. കല്ലു ഇപ്പോഴേ സ്കൂളിൽ പോകണ്ടായിരുന്നു. ആഹാ, ഇപ്പോഴേ സ്കൂളിൽ പോകണ്ടായിരുന്നെന്ന്. ഇപ്പോഴേ വൈകി, ഇനിയെങ്കിലും കൊച്ചു പോയി പഠിച്ചു തുടങ്ങട്ട് പാറു. ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. അല്ല ആന്റി, കല്ലുമോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടേ കുറച്ച് ഫ്രൂട്ട്സ് അരിഞ്ഞു വെച്ചോ. ஐயோ, ஆனா லெச்சு நூடுல்ஸ் தான் ഉണ്ടാக்க சொன்னா. നൂഡിൽസോ? ആ ചിലപ്പോൾ രാവിലെ കൊടുക്കാനായിരിക്കും. ആന്റി ഫ്രൂട്ട്സ് അരിഞ്ഞോ? ആന്റി, എനിക്കും വേണം നൂഡിൽസ്. ഈയടാ, നൂഡിൽസ് ഒക്കെ സ്കൂളിൽ പോണ പിള്ളേർക്കാണ്. ഞാൻ തൽക്കാലത്തേക്ക് വിട്ട് വെച്ചേക്കുവാ. ഇനിയും ആ കൊച്ചിൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഇളക്കി കഴിഞ്ഞാൽ ഞാൻ ലച്ചേച്ചിയോട് പറഞ്ഞു കൊടുക്കും. ചേച്ചി വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ചേച്ചി എങ്ങാണ്ട് ലച്ചേച്ചി അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ലച്ചേച്ചി കല്ലുവിനെ സ്കൂളിൽ വിടുന്ന മാറ്റി വെച്ചിട്ട് എന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ വരും. അപ്പൊ അറിയാം, എന്നിട്ടാണ് ഇവിടെ കിടന്നിട്ട്. മുമ്മ, ഞാൻ പോയിട്ട് വരാം, എത്തുമ്പോഴത്തേക്കും ലേറ്റ് ആവും. ഓക്കെ, ബൈ. നേരത്തെ ഇങ്ങ് വരണം. അതാണല്ലോ പറഞ്ഞ എത്താനായിട്ട് ലേറ്റ് ആവും. ബൈ. എന്തോ ഒരു ചിരി. കല്ലേ, ഈ കൊച്ചിനോടെ പോയി. കല്ലേ, ബാ, സ്കൂളിൽ പോണ്ടേ? ബാ, ദേ യൂണിഫോം ഒക്കെ തേച്ച് വെച്ചേക്കുന്നു. കല്ലേ, വിളിയും കേക്കൂല. കല്ലേ, ബാ. കട്ടിലടി കയറിക്കണ, ബാ, സ്കൂളിൽ പോവാ. ഞാൻ പോകുന്നില്ല.
പുതിയ യൂണിഫോം ഇതൊക്കെ ഇട്ട് പോയേണ്ടത് സുന്ദരിയായിരിക്കും. ബാ. എനിക്ക് വേണ്ട. വേണ്ടെന്നാ? എന്നാ ബാ കുളിക്കാം. ബാ. അച്ഛനേക്ക് കൊണ്ടു കൊടുക്ക കുളിക്കാൻ. അച്ഛനും കൊണ്ടേ കുളിക്കാൻ. എന്തോന്ന് കുളിക്കാൻ? യൂണിഫോം ആണോ? ആ. അതൊക്കെ അച്ഛനെ കൊണ്ടേ കൊടുക്ക. ആദ്യം ബാ കുളിക്കാം. ബാ. വേണ്ട. സമ്മതിക്കില്ല. ഞാൻ വലിച്ചഴിച്ചോണ്ട് കൊണ്ടുപോകും കേട്ടോ. അവിടെ തലയിടിക്കില്ല. ഇറങ്ങിയ കുളിപ്പിക്കട്ടെ? എന്താ കുളിക്കണ ഇഷ്ടല്ലേ? ഞാൻ കുളിക്കാതെ എങ്ങനെ വൃത്തിക്ക് സ്കൂളിൽ പോകുന്നേ? എന്നാ സ്കൂളിൽ പോണം. സ്കൂളിലൊക്കെ എന്തായാലും പോയി പറ്റത്തുള്ളൂ. സ്കൂളില് കുളിപ്പിക്കാൻ വിളിച്ചിട്ട് വരണ്ടേ? എന്താ എടുക്കാനാ? എനിക്ക് കുളിക്കൊന്നും വേണ്ട, സ്കൂളിലൊന്നും പോകണ്ട. വേണ്ടെന്നാ? വേണ്ടെന്ന്. നീ എന്താ തിന്നണേ? ആപ്പിൾ. എവക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി മുറിച്ചത്. ഞാൻ അത്ര മധുരില്ല കേട്ടാ, ചെറിയ പുളി. സ്കൂളിൽ പോണ്ട. അതെന്തൊരു കാരണം? ആപ്പിളിന്റെ പുളി ആയതുകൊണ്ട് സ്കൂളിൽ പോകണ്ടാന്ന്. ആപ്പിൾ കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കൂട്ടത്തിൽ എന്തായാലും ഇച്ചിരി ന്യൂഡിൽസും കൂടെ വെച്ചാ പോരെ? ഓക്കെ. നൂഡിൽസിനകത്ത് നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെയുണ്ട് യൂണിഫോം? വെച്ചോക്കട്ടെ, സുന്ദരിയാണോന്ന് അറിയണ്ടേ? യൂണിഫോം വെച്ചോക്കെ കൊള്ളാല്ലേ? യൂണിഫോം. മാമനും ചേരുന്നുണ്ട്. മാമനെ വിടാ സ്കൂളില്. മാമൻ ഇഷ്ടപ്പെട്ടില്ല. കളറ് പോരാ. കളറ് പോരെന്നാ? കളറ് നല്ല കളറല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്കൂളിൽ പോണ്ട. കൊള്ളാത്ത യൂണിഫോം എനിക്ക് പോകണ്ട. കൊള്ളാത്ത യൂണിഫോം. പുതിയ വാക്കുകളൊക്കെ കണ്ടുപിടിക്കണേ. എന്തായാലും ഇതിട്ടോണ്ട് പോയാ മതി, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. സ്കൂളിൽ പോയി കഴിഞ്ഞാ ബാ, സമയം പോണം, കുളിക്കണ്ടേ? സ്കൂളിൽ പോയിട്ട് വന്നിട്ട് കുളിക്കാം. നമുക്ക് കുളിച്ചിട്ട് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് കളിക്കാം. ബാ. അതാണ് നല്ലത്. വൈകിട്ട് വന്നിട്ട് കളിക്കാം. വേണ്ട, എന്റെ അമ്മൂമ്മ എന്നെ കുളിപ്പിക്കും. എന്റെ അമ്മൂമ്മ? അത് നേരത്തെ അമ്മൂമ്മ കുളിപ്പിക്കാന്ന് പറയുന്ന കേട്ട്, അത് കേട്ട് പറയണതാ. അല്ല, എവിടെ വൈകിട്ട് വരെ ഇരിക്കണ സ്കൂളിൽ? എവിടെ ഒന്ന് വൈകിട്ട് വരെ? എന്റെ പിള്ളേരെ ഞാൻ ഉച്ചയാകുമ്പോ വിളിച്ചോണ്ട് വരൂലേ? അല്ലേ? എന്നാ ബാ കുളിക്കും. വേണ്ട, കൊറേ ദിവസങ്ങൾക്ക് ശേഷം സ്കൂളിൽ പോവല്ലേ, അതുകൊണ്ട് ആരെങ്കിലും ഇവിടുന്ന് പോയി സ്കൂളിൽ നിൽക്കണം. അച്ഛനമ്മയും നിന്നാ മതി. അത് വേണ്ട, കേശുമാമൻ പോയി നിൽക്കും. സ്കൂളിലും കൂടെ പോയി കാവലിക്കാത്തതിന്റെ കുറവുള്ളൂ. എന്റെ കൊച്ചു ആരുടെ പേര് പറയുന്നോ അവര് സ്കൂളിൽ വന്ന് നിൽക്കും. പോരെ? സമയം പോടും, ബാ കുളിക്കാന്ന്. എനിക്ക് വിശക്കുന്നു. അടുത്ത നമ്പറും കൊണ്ട് ഇറങ്ങിയേക്ക. നമുക്ക് കുളിച്ചിട്ട് എന്തെങ്കിലും ഞം ഞം കഴിക്കാം. ബാ. ലച്ചു, കൊച്ചിന്റെ ഷൂസും സോക്സും ഒക്കെ സെറ്റ് അല്ലേ? പിന്നെ അതൊക്കെ ഞാൻ ഇന്നലെ സെറ്റാക്കി വെച്ചതാ. അമ്മേ, എനിക്ക് നല്ലൊരു ചൂട് ചായ തരോ? അടുത്ത അടവ് ചൂട് ചായ. അതാവുമ്പോ ഊതി ഊതി വൈകിട്ട് 4 മണി വരെ ഇവിടെ ഇരിക്കാമല്ലോ അല്ലേ ചേച്ചി? നിന്റെ അടവ് നമുക്ക് അറിഞ്ഞിടുന്ന് വിചാരിച്ചാ. പെട്ടെന്ന് ഒരു ചായ കൊടുത്തോ? എന്തിന് വിശക്കണമെന്നല്ലേ അവക്ക്? നമുക്ക് ആദ്യം ടപ്പനെ കുളിച്ചിട്ട് ടപ്പനെ ഫുഡൊക്കെ കഴിച്ച് ടപ്പനെ ഷൂ സോക്സ് ഒക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് നമുക്ക് പോവാം. വഴി വഴി വഴി. എനിക്കില്ലേ ഷൂ ഇട്ടേരോ? നീ ഡ്രസ്സൊക്കെ മാറിയാ? തല ചെയ്തില്ലല്ലോ. ഇല്ല. നീ കേറി ഇരി. കല്ലു, നിന്റെ അടുത്ത് ലച്ചേച്ചി പറഞ്ഞത് ഉച്ചവരെ സ്കൂളിൽ ഇരുത്തുന്നല്ലേ? നിന്നെ വൈകുന്നേരം വരെ അവിടെ ഇരുത്തു. ആണോ കുഞ്ഞമ്മ? എന്നിട്ട് അമ്മ പറഞ്ഞത് ഉച്ചവരെ എടുത്തുന്നാണല്ലോ. അത് നിന്നെ പറ്റിക്കാൻ പറഞ്ഞാടി. ആണോ? പിന്നെ കല്ലു, വേറൊരു കാര്യം, നീ സ്കൂളിൽ ചെല്ലുമ്പോ ബാക്കിയുള്ള പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് കരയും. അതുകൊണ്ടിട്ട് നീ കരയരുത്. കരയുമോ? കരയണോ കുഞ്ഞമ്മ? അത് നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ.
പറക്കുഞ്ഞമ്മ പറക്കുഞ്ഞമ്മ എൻ്റെ സ്കൂളിൽ വരാവോ? നിന്റെ സ്കൂളിലാ? ആ. എന്റെ സ്കൂളിൽ തന്നെ എനിക്ക് പോകാൻ മടിയാ. അപ്പോഴാ നിന്റെ സ്കൂൾ. എന്തുവാ? അല്ല, നീ സന്തോഷായിട്ട് സ്കൂളിൽ പോണോന്ന്. അതല്ലല്ലോ ഇപ്പം പറഞ്ഞേ. ഞാൻ അതെന്നാ പറഞ്ഞേ? അതല്ല. ഞാൻ അതാടി പറഞ്ഞേ. അല്ല. എന്നാ ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ സമ്മതിച്ചു. ഞാൻ ഒരു കാര്യം നിന്നെടുത്ത് ചോദിച്ചാൽ നീ സത്യം പറയോ? കുഞ്ഞമ്മ ചോദിക്ക്, ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. നിനക്ക് സ്കൂളിൽ പോകാൻ മടിയില്ലേ? ഇല്ല. നിന്റെ മുഖം കണ്ടാ അറിയാം നിനക്ക് സ്കൂളിൽ പോകാൻ മടിയാണ്. എൻ്റെ കൂടെ കളിക്കാനാണ് നിനക്ക് ഇഷ്ടമാണ്. എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ്. എടി നീ സത്യം പറ. അല്ല, എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടം. മടി പിടിച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പാറൂട്ടാ, കുഞ്ഞിനോട് എന്താ പറയണേ? എന്തോന്ന്? കുഞ്ഞിന്റെ അടുത്ത് എന്താണ് പറയണേന്ന്? നമ്മള് സന്തോഷത്തോടെ സ്കൂളിൽ പോണേന്ന് പറഞ്ഞേ. അമ്മായി, ഈ ഷൂസ് ഒന്ന് ഇട്ട് കൊടുക്കാവോ? അതിനും മടിയാ. ഇങ്ങോട്ട്. അമ്മായി, എന്റെ ഷൂസ് ഉള്ളവോ? എന്റെ കുഞ്ഞിന്റെ ഷൂസ് സൂപ്പർ അല്ലേ? ഷൂസിലാ നമുക്ക്. സുന്ദരിക്കുട്ടി, റെഡി ആയിട്ട് നമുക്ക് സ്കൂളിൽ പോണ്ടേ? ആ. എന്താ സന്തോഷമില്ലാത്ത? മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കരയരുത്. കരഞ്ഞാൽ മേക്കപ്പ് ഒക്കെ ഒലിച്ചു. എന്റെ കുഞ്ഞു കരയോ? ഇല്ല. കണ്ട കാര്യമില്ല. എന്റെ കുഞ്ഞു കരയില്ല. അല്ല കുഞ്ഞാ? கல்லு இத பாரு, உனக்கு நூடுல்ஸ், அவிச்ச முட்டை, கட் ஃப்ரூட்ஸ் எல்லாமே இருக்கு. അപ്പൊ കല്ല് ഇങ്ങോട്ട് വരണ്ടേ? അവിടെ അങ്ങ് നിക്കാൻ പോവാണ്. அப்படியெல்லாம் இல்ல கல்லுமா, இதுல தேவையானதை மட்டும் நீ சாப்பிடு. மிச்சம் இருக்கிறது இங்க கொண்டு வா. பேலன்ஸ் இங்க இருந்து நம்ம சாப்பிடலாம். ശരി തന്നെ ആന്റി. കല്ലു, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. പറ കുഞ്ഞമ്മ. നീ ചിലപ്പോ സ്കൂളിൽ പോകുമ്പോ കുറച്ച് വില്ലന്മാരായ പിള്ളേര് കാണും. അവർ ഇതൊക്കെ തട്ടിപ്പറിച്ചെടുക്കും. എന്നിട്ട് അവര് തിന്നും. പിന്നെ നിനക്കൊന്നും കിട്ടത്തില്ല. ആണോ കുഞ്ഞമ്മ? പാറുവേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുഞ്ഞു പേടിക്കൂലേ? ഞാൻ എന്റെ അനുഭവം പറഞ്ഞതേ ഉള്ളു. ഇവക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവള് പേടിക്കത്തില്ലേ? പെട്ടെന്ന് എന്തെങ്കിലും എവിടെ പോയപ്പോ സംഭവിച്ചു? സ്കൂളില്. അതിന് എവിടെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ സ്കൂളിൽ പോണത്. അവിടെ കുഴപ്പമുള്ളത് നോക്കൊണ്ടിരുന്നല്ലേ? അത് ആഴ്ചയിൽ 2 ദിവസമല്ലേ പോയിട്ടുള്ളൂ. പിന്നെ അമ്മൂമ്മയ്ക്ക് വയ്യാതായി. പിന്നെ ഇവളുടെ പോക്കും നിർത്തി. എന്റെ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ എന്ത് ആൾക്കാരാ ഉത്സാഹിക്കുന്നേ. എന്റെ കുഞ്ഞിന്റെ ഒരു ഭാഗ്യേ. ഇവിടെ ആണെങ്കിൽ കുറെ പേരുണ്ട്. പക്ഷെ സ്കൂളിൽ അവൾ ഒറ്റയ്ക്കല്ലേ. അതാലോചിക്കുമ്പോഴാ വിഷമം. കുഞ്ഞ് പേടിക്കണ്ട കേട്ടോ. ஐயடா, பேடிக்கலாம் மாட்டா. இன்னைக்கு அவளோட அப்பாவோ அம்மாவோ ஸ்கூல்ல கொண்டு போய் விடுவாங்க. நாளையில இருந்து இந்த கனகாண்டி கொண்டு போய் விடும். അതിനിടയ്ക്ക് കനാൻഡി ആ ജോലിയും ഏറ്റെടുത്തു. കേശേ, എനിക്ക് തോന്നണതേ ചേച്ചി കഴിഞ്ഞ ജന്മത്തില് ഏതോ ചാവേർപ്പടയിൽ അംഗമായിരുന്നാണ്. എന്താണ് എല്ലാരും കൂടെ ഒരു ചർച്ച? ചർച്ച എന്തോ അതാ കുഞ്ഞിനെ സ്കൂളിൽ വിടണ്ടേ? കല്ലൂസേ, റെഡിയല്ലേ? കല്ലൂസിനെ ആരും ഒരുക്കിയില്ലേ? പൊട്ടൊന്നും തൊട്ടിട്ടില്ലല്ലോ, മുടിയും ചെയ്തിട്ടില്ല. എവിടെ ലച്ചോടെ? லெச்சு வந்து கிச்சன்ல சுடு தண்ணி ரெடியாக்கிட்டு இருக்கா. ഓഹോ, എന്തിനാ സുടുതണ്ണി കൊടുത്തു വിടുന്നേ? ജ്യൂസ് കൊടുത്തു വിട്ടാ പോരെ? ജ്യൂസ്. അച്ഛാ, എനിക്ക് ജ്യൂസ് വേണം. அதுக்கு என்ன, இதுல கட் ஃப்ரூட்ஸ் தானே இருக்கு. அதை பிடிச்சு ஜூஸ் ஆக்க வேண்டியதானே. വേണ്ട, എനിക്ക് ജ്യൂസ് വേണം. അളിയാ, അളിയ ഒരു കാര്യം ചെയ്യും, അളിയ പുറത്തു പോയിട്ടെ ആ ഒരു ജ്യൂസ് പാർസൽ മേടിച്ചോണ്ടോ. പാഴ്സല് മേടിച്ചോണ്ട് വരാം. പണി വരുന്ന വഴി. പാറേ, ഇവിടുത്തെ സ്കൂളിൽ അവൾ ആദ്യമായിട്ടല്ലേ പോന്നേ. പാവം. ജ്യൂസ് പാവത്തിന് മേടിച്ചോണ്ട് വരാം. അളി കല്ലൂസേ, അപ്പൊ എങ്ങനാ നമുക്ക് സ്കൂളിൽ പോവാം? ആദ്യം ജ്യൂസ് വേണ്ട. പോയി ജ്യൂസ് മേടിച്ചിട്ട് വാ മാമ. പോണു ഞാൻ പോണ. അളിയാ കാച്ചിട്ടേ. ചെല്ലു മാമ. എല്ലാരും എന്നെ കൊണ്ടാക്കാൻ വേണം. എല്ലാരും ഒരുമിച്ച് കൊണ്ടാക്കാടി. ഒരുമിച്ച് കൊണ്ടാടി. വരുവാടി വരും. നിന്റെ അച്ഛൻ്റെ അടുത്ത് പറ. വേണ്ടേ, സ്കൂളിൽ പോകുമ്പോഴേ ഇത് മുഴുക്ക കഴിക്കണേ. അയലേക്കട്ടെ. ആ എന്നെ സ്കൂളിൽ കൊണ്ടാക്കാൻ എല്ലാരും വേണം. ആ ആ ആ വരാം, എല്ലാരും വരാം. അമ്മ എന്റെ ബാഗ് കൊള്ളാവോ? ബാഗൊക്കെ കൊള്ളാം. ഇത് തിരിച്ചു വരുമ്പോ ഈ കൊല്ലത്തിൽ തന്നെ വരുമോ? എന്നാ കൊള്ളാം. നോക്കട്ടെ. ഓക്കെ. കണ്ണടക്ക്. മതി 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 കഴിഞ്ഞ്.
പൊട്ടും കൂടെ വെച്ച സുന്ദരിയായി. അമ്മ മതി അമ്മ. പൊട്ടും കൂടെ ലാസ്റ്റ് കഴിഞ്ഞ് നിങ്ങളുടെ മുഖമൊക്കെ എവിടെ? നെറ്റൊന്നും കാണാനില്ലല്ലോ. ഓക്കെ, സുന്ദരിയായി. ആ വെച്ചോ? വെച്ച് വെച്ച്. അമ്മ ഇവിടെ അല്ല ഇവിടെ എവിടെ? ഇവിടെ. കൊച്ച് പോരെ? ഉം. ഓക്കെ, സുന്ദരി ആയിട്ടുണ്ട് നമ്മുടെ ചക്കര. മ്വാ. അമ്മ ഓ, ഇന്ന് എഴുതി പഠിക്കണം. ഇന്ന് സ്കൂളിൽ എഴുതി പഠിത്തമൊന്നും ഉണ്ടാവില്ല. ഇന്ന് ഫ്രണ്ട്സ് ആയിട്ട് കളി, ചിരി, ബഹളം, പാട്ട് പാടല്, കഥ പറച്ചില്, ഇന്ന് ഈ വക പരിപാടികളൊക്കെ ആയിരിക്കും. പിന്നെ സ്കൂളിലൊക്കെ പോയി സ്കൂൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാലേ ശനി നേരെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് എടുക്കരുത്, ബഹളം വെക്കരുത്. അന്നേ അവധിയാ. എന്ത്? ഒന്നുമില്ല. സുന്ദരിക്കുട്ടി നമ്മുടെ മോൾ എവിടെ? കല്ലൂസ് നിങ്ങളുടെ മോള് തന്നെയാ. യൂണിഫോം ഒക്കെ ഇട്ട് മുടിയൊക്കെ കെട്ടി കഴിഞ്ഞപ്പോഴേ ആളങ്ങ് മാറിപ്പോയി. എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ആള് മാറിയിട്ടൊന്നുമില്ല, അത് കല്ലു തന്നെയാ. കല്ലൂസ് കൊറേ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്ന കേട്ടോ. പോണൊന്നും ഇല്ലേ? ആ പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾ രണ്ടുപേരും കൂടെ വണ്ടിയിൽ കൊച്ചിട്ട് സ്കൂളിൽ കൊണ്ടാക്കിയാൽ മതി. എനിക്ക് നടന്നു പോയാൽ മതി. അമ്മയും വരാം കേട്ടാ, നടന്നു പോയാൽ മതി. നടന്നു പോവാ. നമ്മളെ കല്ലിനെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് വൈകിട്ട് വിളിച്ചോണ്ട് വരുമ്പോ എന്തൊക്കെയാ മേടിച്ചോണ്ട് വരാൻ പോണേ? ഐസ്ക്രീം, മുട്ടായി ഒക്കെ ചാക്കണക്കിന് അവിടെ കൊണ്ടുപോ തള്ളും. പണ്ട് ഞാൻ സ്കൂളിൽ പോകാൻ മടിച്ചിരുന്നപ്പോ ആരൊക്കെയോ എന്തൊക്കെയോ മേടിച്ചു തരാന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. അതോരാവല്ലേ കല്ലുവിന്റെ കാര്യം. അതെ അതെ, ഈ വീട്ടില് നിന്റെ അത്ര മടി വേറെ ഒറ്റ മനുഷ്യർക്കില്ല കേട്ടോ. അല്ല, പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കി മടി കൂടുമെന്നാണ് ഞാൻ പറഞ്ഞേ. കല്ലേ എനിക്ക് ജ്യൂസ് അടിച്ചോ? പിന്നെ ജ്യൂസൊക്കെ മേടിച്ച് പാക്ക് ചെയ്തോണ്ടെന്ന് വെച്ചിട്ടില്ലേ, അതാ കൊണ്ടുപോയാ മതി. എന്താ ജ്യൂസാ? ഓറഞ്ച് ജ്യൂസ്. എനിക്ക് ഓറഞ്ച് ജ്യൂസ് ഇഷ്ടമില്ല. എനിക്ക് ഓറഞ്ച് ജ്യൂസ് ഇഷ്ടമല്ല. ഇഷ്ടമല്ല? അല്ല, തൽക്കാലം മക്കൾ ഓറഞ്ച് ജ്യൂസ് അങ്ങ് കുടിച്ചാ മതി. എനിക്ക് ഇഷ്ടമല്ല. ഓറഞ്ച് ജ്യൂസ് ഇഷ്ടമല്ല? ഇപ്പൊ എന്ത് ജ്യൂസ് വേണോ? ഇപ്പൊ ജ്യൂസ് വേണം. കേശോളിയാ, നീ ഒന്നും മേടിച്ചോണ്ടോ പോയി? എന്തായിരുന്നു? മുന്തിരി ജ്യൂസ് എവിടുന്ന്? എവിടെന്നെങ്കിലും പോളി എവിടുന്ന്? ആ പടാ കടയിൽ ഓറഞ്ച് ജ്യൂസ് ഉള്ളത്, അതാണ് മേടിച്ചോണ്ടെന്ന്. അവളുടെ മുന്തിരിങ്ങ ജ്യൂസ്. സമയം കുറേ 9 മണിയായി. പൊടി, സ്കൂളിൽ പൊടി. ആരെന്റെ കൊച്ചിനെ വഴക്കുതേ ചെറുക്ക? കൊച്ചിനെങ്ങനെ എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ. ഞാൻ സ്കൂളിൽ പോകത്തില്ല. കേശോളിയാ, അകത്തെങ്ങാനും പോയിരിക്കാം എന്റെ കൊച്ചിനെ ഡിസ്റ്റർബ് ചെയ്യാതെ. കേശുവിനെ കൊണ്ട് ശല്യമുള്ള കേശുവേ. നിന്നെ ആരാ വഴക്ക് പറഞ്ഞ? കൊച്ചിനെ അവനല്ലേ ചീത്ത പറഞ്ഞത്? ലച്ചു, എന്റെ കൊച്ചു സ്കൂളിൽ പോകാൻ നിൽക്കുക. വഴക്ക് പറഞ്ഞ് ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യും കേട്ടോ. കൊച്ചിന്റെ ക്ഷമയുടെ അങ്ങ് അറ്റത്ത് നിൽക്കുവാണ്. ചെല്ലം കളിക്കാൻ സ്കൂളിൽ പോടി. എങ്ങനെയാണെങ്കിൽ സ്കൂളിൽ പോകത്തില്ല. ലച്ചൂസേ, എന്റെ കൊച്ചിനെ ചുമ്മാ വഴക്ക് പറയരുത് കേട്ടോ. രംഗം വഷളാവുന്നുണ്ടേ. കല്ലൂർ ഇന്ന് സ്കൂളിൽ പോകണമെങ്കിൽ അവള് പോകണ്ട. ചേച്ചി ഇന്ന് അവള് പോകണ്ട ചേച്ചി, നാളെ പോയിക്കോട്ടെ. അയ്യോ, മക്കൾക്ക് ഇന്ന് സ്കൂളും ക്ലാസ്സും ഒന്നും ഇല്ലല്ലോ. എന്നിട്ട് അവളെ പിടിച്ചു വെക്കാൻ നോക്കണതല്ലേ? പൊടിയാണെന്ന് ഇറങ്ങിക്കേ, മുറിന്ന് ഇറങ്ങിക്കേ. ഞാൻ പോവാ. ആ പോ. ഞാനും പോവാ. അമ്മേ, ചക്കര അമ്മയിലെ, പഞ്ചാര അമ്മയിലെ, ചക്കട അമ്മയിലെ, ഞാൻ സ്കൂളിൽ പോണോ? മക്കളുടെ സോപ്പേ കയ്യിലങ്ങ് വെച്ചാ മതി കേട്ടാ. ഇന്ന് എന്തായാലും സ്കൂളിൽ പോയേ പറ്റത്തുള്ളൂ. 10 മിനിറ്റ് ഞാൻ നിനക്ക് സമയം തരും. അതിനുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളൂ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ സ്വഭാവം മറികേട്ടല്ല. അവളുടെ പുറകെ നടന്നു വന്ന് രാവിലെ ഒന്നും കഴിക്കാനും പറ്റിയില്ല. സിദ്ധു വന്നേ, ആളിവിടെ എടുത്ത് 10 മിനിറ്റിൽ ഇറങ്ങിക്കോളാം. ദേഷ്യപ്പെട്ടാലും ഞാൻ പോകത്തില്ല. ചവിട്ടി കുടിച്ചാൽ ഞാൻ പാറമടയിൽ ഇറങ്ങി നോക്കിക്കോ കേട്ടല്ലോ. 10 മിനിറ്റ്. സിദ്ധു നടക്ക്. 10 മിനിറ്റ്. കല്ലു, സമയം ഒരുപാടായി. കല്ലുവേ, ഇവിടെ നടപ്പോയി. കല്ലുവേ, അത് ശരി. കല്ലോ, ഞാൻ ഇനി വഴക്ക് പറയില്ല. വാ. ഇവിടെയോ ഒളിച്ചിരിക്കുകയാണ്. കല്ലുവേ, ഇവിടെ പോയി. സിദ്ധുവേ, കേശുടാ.
ലച്ചൂസ് കല്ലൂസ് റെഡിയാ? റെഡിയാവേ പോലും കൊച്ചിനെ കാണാനില്ല ഇവിടെ. കാണാനില്ലെന്നാ? എവിടെയെങ്കിലും കാണും അല്ലേടേ? ആന്റി കല്ലുവിനെ കണ്ട ആന്റി? இல்லப்பா நான் பார்க்கல. കൊച്ചെന്തേ പാറു? എനിക്കെങ്ങനെ അറിയാം? കല്ലൂസേ രാവിലെ അവള് റെഡി ആയപ്പോ തൊട്ട് നീ പുറകെ നടന്ന് ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പോകണ്ടെന്നും പറഞ്ഞ്. കൊച്ചെന്തിയെ? ചേച്ചി എന്തോന്നൊക്കെയാ ഈ പറയുന്നേ? ലച്ചു ആദ്യം ഇങ്ങനെ റേസ് ആവാതെ നിന്ന് നീ ഒന്ന് മര്യാദക്ക് നിന്നേ. ஆமா லட்சு இப்படி சத்தம் போட்டுன்னா அவ வரவும் மாட்டா ஸ்கூல்லே போக மாட்டா அழுதுட்டே இருப்பா. കരച്ചിലും പിടിച്ചിലൊക്കെ അവളുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. തൂക്കിയെടുത്തോളം ഞാൻ കൊണ്ടുപോകും. പാറു മര്യാദക്ക് സത്യം പറയും, ഇല്ലെങ്കിൽ നിന്നെ പുറം ഞാൻ പൂരപ്പുറമാക്കും. നോക്കിയോ ചേച്ചി എനിക്കെങ്ങനെ അറിയാം അവൾ അവിടെ വന്ന്? മനഃപൂർവ്വം എവിടെയോ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. കല്ലേ കല്ലൂസേ കല്ലേ கல்லு ചേച്ചി എവിടെ ഒന്നും കാണാനില്ല കേട്ടോ. അതല്ലേ ഞാനും പറഞ്ഞോണ്ടിരിക്കണേ. എവിടെ? ഇപ്പൊ എങ്ങനെ നാട് വിട്ടുപോയോ? ആരെ? അല്ല ഇനിയിപ്പോ എങ്ങനെ നാട് വിട്ടുപോയോ? சரி அம்மா இங்க. അമ്മൂമ്മയാണെങ്കിൽ അപ്പുറത്ത് ആന്റി അടുത്ത് സംസാരിച്ചോണ്ടിരിക്കും. ആ അമ്മൂമ്മയ്ക്ക് പിന്നെ നാട്ടുവിശേഷമാണല്ലോ പ്രധാനം. പിന്നെ അമ്മൂമ്മ നമ്മുടെ കൊച്ചിന്റെ പുറകെ നടക്കണോ? എന്താ ലച്ചൂസ് ഇങ്ങനെയൊക്കെ പറയുന്നത്? പാറുവേ, പാറോ മര്യാദക്ക് പോയി കൊച്ചിനെ കണ്ടുപിടിച്ചോണ്ട് വന്നു, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും കേട്ടല്ലോ. ആ ചേച്ചി എനിക്കറിയാം മോളി കാണും. ഞാൻ മോളി പോയി കിട്ടുക. കല്ലേ ലച്ചു കൊച്ചിനെ തല്ലിപ്പഴിപ്പിച്ച് സ്കൂളിൽ വരേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അത് തന്നെ പാവം. നീ മിണ്ടരുത്. നിനക്ക് അവളുടെ ഒളിത്താവളം പോയി കണ്ടുപിടിച്ചോണ്ട് വാ. പൊളിത്താവളോ? ഇതെന്താ കൊള്ളസംഖ്യതാ? ആ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തോ നോക്കിക്കൊണ്ടിരിക്കുക പോടി. കല്ലൂസേ കല്ലു നീ എവിടാ? കല്ലു നീ എവിടാന്ന്? എവിടെ? കബഡിനകത്ത്. നീ എന്ത് ഇതിനകത്ത് കയറിയിരിക്കുന്നേ? നീ എന്തിനാ ഇതിനകത്ത് കയറിയിരിക്കുന്നേന്ന്? കുഞ്ഞമ്മ എനിക്ക് സ്കൂളിൽ പോണ്ട. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, നീ സ്കൂളിൽ പോണം. പ്ലീസ് കുഞ്ഞമ്മ, കാല് വരെ പിടിക്കാം പ്ലീസ്. അത് വിട്. കനയാനി ഇങ്ങോട്ട് വന്നപ്പോ നിന്നെ കണ്ടില്ലേ? ഇല്ല, ഹാങ്കൻ്റെ വീട് വെച്ച് പൂച്ചയാണ്. കുഞ്ഞമ്മ ഞാനിവിടെ ഒളിച്ചിരിക്കാം. കുഞ്ഞമ്മ ആടുത്തും പറയണ്ട. അതൊന്നും പറ്റത്തില്ല. ഞാൻ അപകടത്തിൽ നീ സ്കൂളിൽ പോയില്ലെങ്കിൽ. അത് കുഴപ്പമില്ലാന്നേ. ഇങ്ങോട്ട് വാടി. നിന്റെ അഭ്യാസം ഒന്നും ഇവിടെ നടക്കത്തില്ല. ഇതിനപ്പുറം അഭ്യാസം കാണിച്ചോളാം ഞാൻ. നീ എന്തായാലും സ്കൂളിൽ പോണം. കുഞ്ഞമ്മ പ്ലീസ്. ഒരു പ്ലീസും ഇല്ല, നീ സ്കൂളിൽ പോണം. കുഞ്ഞമ്മ ഞാൻ എന്തിനാ സ്കൂളിൽ പോന്നേ? അതൊക്കെ അങ്ങനാ. നീ ഇപ്പൊ പോകാൻ പോകുന്ന സ്കൂളിൽ ഞാനും പഠിച്ചതാ, LKG UKG. അത് നല്ല സ്കൂളാ. നല്ല ടീച്ചർമാരും കുറെ ഫ്രണ്ട്സിനൊക്കെ കിട്ടും. നല്ല ഫ്രണ്ട്സ്. കുഞ്ഞമ്മ അവിടുത്തെ ടീച്ചർമാരും എല്ലാം അടിക്കുവോ? ആരും അടിക്കത്തില്ല. ഞാൻ നിന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി ചുമ്മാ പറഞ്ഞതാ. നീ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് രാത്രി വരെ നമുക്ക് കളിക്കാം. ആണോ? അപ്പൊ സ്കൂളിൽ പോണോ? പോണം. എന്നാ പോവല്ലേ? എന്നാ എല്ലായിടത്തും പറ ഞാൻ സ്കൂളിൽ പോവാൻ റെഡിയാന്ന്. ബാ നമുക്ക് പോയി പറയാം. ലച്ചേച്ചി, കനയാൻറ്റി, കാണാതെ പോയ ആളെ കിട്ടി. സിദ്ധോളിയാ, എല്ലാരും ഓടി വാ. കാണാതെ പോയ ആളെ കിട്ടി. കിട്ടിയാ? ആ എവിടെ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പാറുവിനെ വിട്ട് കഴിഞ്ഞ് ഇവളെ കിട്ടൂന്ന്. മാഡം 2 സ്ലൈഡൊക്കെ കുത്തി തന്നായിരുന്നു, അതൊക്കെ എവിടെ? എവിടെ ഒളിച്ചിരുന്നത് കുരിപ്പേ? അവൾ ഒളിച്ചിരുന്നൊന്നും അല്ല. നീ അതിനെ പറ്റി കൂടുതലൊന്നും സംസാരിക്കണ്ട. അളിയാ, അവളെ സ്കൂളിൽ കൊണ്ടുവിടും. ചക്കരെ ബാ, അച്ഛൻ സ്കൂളിൽ കൊണ്ടാക്കാം. അച്ഛൻ മാത്രം പോരാ, എല്ലാരും എന്നെ കൊണ്ടാക്കാൻ വേണം. നടക്ക് മാഡം, എല്ലാരും വരാം. നടക്ക്.